ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു കാർ വാങ്ങിച്ചിരിക്കുകയാണ്. നിങ്ങൾ താഴത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ഞാനൊരു ഇലക്ട്രിക് കാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റൊക്കെ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. അവൻ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാർ അവനെ കാണിച്ചതിന് ശേഷം ഞാൻ സിറ്റി 2 ഒരു വീടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അവന് നിങ്ങൾക്കും കൂടെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാണിക്കണം. പിന്നെ വേറെ ഏതെങ്കിലും ദിവസം നമുക്ക് അവന് റോൾസ് റോയ്സും കൂടെ കാണിച്ചു കൊടുക്കണം. അവൻ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാറങ്ങോട്ട് ഞാൻ പോകുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് അവനവിടെ വീടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവനൊരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ കാറൊക്കെ വാങ്ങിച്ചു. അറിയുമ്പോൾ അവനൊരു കാർ വേണം. അവൻ ഇപ്പോഴും ഈ കാറിലാണ് വരുന്നത്. എടാ, വണ്ടി അകത്തോട്ട് കാർ പോർച്ചിൻ്റെ അകത്തിട്ടോ. ഓക്കേ അണ്ണാ. വണ്ടി സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകണേടാ. അണ്ണ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അണ്ണൻ അറിയാലോ ഞാൻ വണ്ടി ഓട്ടിക്കുന്നതിൽ എക്സ്പെർട്ട് ആണെന്ന്. എന്നാലും ഞാൻ സൈഡിലോട്ടൊന്ന് നീങ്ങി നിൽക്കാം. അണ്ണാ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അണ്ണ ഒന്ന് പറഞ്ഞുതരോ? അതെനിക്ക് അപ്പോഴേ തോന്നി നീ ഇടയിലോ എൻ്റെ അടുത്ത് പറയുമെന്ന്. ആ വണ്ടി പോട്ട്. ഗൈസ്, എന്തായാലും ഇവന് വേണ്ടി ഞാനൊരു വണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും. എന്തോ നീന പെട്ടെന്ന് വണ്ടി ഇടറേ. വണ്ടി പോവോ അണ്ണ? പോട്ടെ. ഇത്ര മതി അണ്ണ? ഇത് കുറച്ച് കൂടുതലായിപ്പോയി. കുറച്ച് ഫ്രണ്ടിലോട്ട്. മതി അണ്ണ. മതി. പെട്ടെന്ന് ഇറങ്ങ്. ഞാൻ എന്തൊരു പ്രോ ഡ്രൈവറാണ്. അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായി. അതൊക്കെ വിട്. എന്തായാലും അണ്ണ എന്താ പുതിയ വണ്ടിയൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞു ഇവിടെ? എടാ, നീ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് നോക്ക്. ഞാൻ എന്താ പറഞ്ഞു? ഇതാണോ അണ്ണന്റെ വണ്ടി? സൂപ്പറാണ്. ഇലക്ട്രിക് ആണല്ലേ? വണ്ടി നമ്പറൊക്കെ കൊള്ളാമല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. എടാ, നീ ഈ വണ്ടി ഓട്ടിച്ച് നോക്കണ. പിന്നെ അണ്ണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ പ്രോ ഡ്രൈവറാണെന്ന്. അത് ഞാൻ തന്നെ ഓട്ടി. എന്നാ ശരി. എന്നാ നീ എന്നെ ഓട്ടിച്ചോ. പെട്ടെന്ന് കേറണ. ശരി, നീ വെയിറ്റ് ചെയ്യ്. ഓക്കെ, അപ്പം നമ്മുടെ കൂട്ടുകാരൻ വണ്ടി ഓടിക്കാൻ പോവാണ്. എന്താ വണ്ടി പോകണില്ലേ? അല്ല അണ്ണ, ഈ വണ്ടിയിലെ ഗിയർ എവിടെയാണ്? എടാ, ഇതിൽ ഗിയർ ഒന്നുമില്ല. ഇത് ഇലക്ട്രിക് വണ്ടിയല്ലേ. സൈഡിൽ നോക്ക്, ഒരു നോബ് ഉണ്ട്. അതിൽ റിവേഴ്സ്, ന്യൂട്രലും ഡ്രൈവ് നോക്കി വയ്ക്കാനേ പറ്റും. അതെ, വില കൊടുത്തിട്ട് എന്തിനാണ് ഇതൊന്നും ഇല്ലാത്ത കാറൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്? എന്റെ കാറിൽ കണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്നാ ഈ വണ്ടി സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ സ്റ്റാർട്ട് ആവണ. പക്ഷേ വണ്ടി പോകുന്നുണ്ട്. എടാ, ഇത് ഇലക്ട്രിക് വണ്ടിയല്ലേ, സൗണ്ട് ഒന്നും കാണില്ലേ. അപ്പൊ എന്റെ സാധാ വണ്ടിയാണ് നല്ലതല്ലേ പെട്രോള്? കാരണം അതിൽ നല്ല എക്സോസ്റ്റ് ഒക്കെ ആയിട്ട് സൗണ്ട് ഒക്കെ പൊട്ടിച്ച് എങ്ങനെയൊക്കെ പോവാം. നല്ല രസമല്ലേ? അതൊക്കെ ശരിയാണ്. എന്നാലും നീ ഇപ്പൊ വണ്ടി ഓടിക്കാൻ നോക്ക്. ശരി അണ്ണ മിണ്ടായിരിക്കും. അണ്ണാ ഗേറ്റ് അടച്ചിട്ട്. നമുക്ക് കയറ്റി അടച്ചിട്ട്. എന്നാ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അണ്ണന്റെ ഓർഡറല്ലേ, ചെയ്തല്ലേ പറ്റൂ. അതൊക്കെ ശരി. പക്ഷെ നീ പെട്രോൾ പമ്പിന്റെ പോണ. അണ്ണൻ പേടിക്കാതെ, ഞാൻ ഇവിടെ വന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയല്ലേ. നിന്റെ ഒരു ഡ്രിഫ്റ്റ്. എടാ, വണ്ടി സൂക്ഷിച്ചൊക്കെ ഓട്ടിയിട്ട് വണ്ടിക്ക് വല്ലതും പറ്റിയാ നന്നാക്കാൻ ഒരുപാട് പൈസയാവും. ഇവ എന്തിനാന്തോ എന്റെ വണ്ടി കൊണ്ട് കാണിക്കാൻ പോണത്. എന്നാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ വണ്ടി ഓട്ടിക്കും. വണ്ടി സൂക്ഷിച്ചോട്ടി. അണ്ണാ അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, പെട്രോൾ വണ്ടിയാണ് നല്ലത്. അപ്പൊ അത്രയും കോസ്റ്റ് ഒന്നും ആവില്ലേ? വണ്ടി വാങ്ങാനും അത്രയും പൈസ ആവില്ലേ? അപ്പൊ നിനക്ക് ഇതായിരുന്നു ചിന്തയല്ലേ? എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും അല്ല എന്നാലും. എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് പോവാം. എടാ, നിന്റെ അവിടെ അല്ലേടാ ഞാൻ പറഞ്ഞ വണ്ടി സൂക്ഷിച്ചോ. അയ്യോ സോറി അണ്ണാ, തെറ്റ് പറ്റിപ്പോയി. എനിക്ക് അപ്പോഴേ തോന്നി നിന്റെ ഡ്രിഫ്റ്റ് കണ്ട. അണ്ണൻ പേടിക്കാതെ, നമുക്ക് പോയിട്ട് സഞ്ജു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം നന്നാക്കാൻ. ഞാനുണ്ട് എന്റെ ഐഡിയ. അതൊക്കെ ശരി. പക്ഷെ അതിൽ ഞാൻ തന്നെ പൈസ പൈസയുടെ കാര്യത്തിൽ അണ്ണന് കുഴപ്പമില്ലല്ലോ. അണ്ണ റിച്ച് അല്ലേ? അതല്ലേ ടി വി കാറുകളൊക്കെ എടുത്തു. നിനക്ക് കാറൊന്നും വേണ്ടേ? നിനക്ക് എന്നും ഒരേ കാർ തന്നെയല്ലേ. ഞാനൊരു കാർ എടുക്കാൻ പ്ലാൻ ഇട്ടുണ്ടെങ്കിൽ, പക്ഷെ നല്ലൊരു കാറൊന്നും എനിക്ക് കിട്ടണില്ല. ഞാൻ നോക്കട്ടെ. ഞാൻ നല്ല കാറ് കിട്ടുമെങ്കിൽ ഞാൻ വിളിക്കാം. അങ്ങനെ വല്ല കാറും കിട്ടുകയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ കാറൊന്നും വേണ്ട. അതെന്താ? കാരണം എനിക്ക് പെട്രോളാണ് ഇഷ്ടമാണ്. പെട്രോൾ നമുക്ക് പിന്നെ വാങ്ങിക്കാം, ഇലക്ട്രിക് ഒക്കെ. നമുക്ക് എന്തായാലും ഇപ്പൊ പെട്രോൾ മതിയാണ്. അങ്ങനത്തെ വല്ല കാറുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കിട്ടുമെങ്കിൽ പറയാം. ഇനി ഞാൻ വെയിറ്റ് ചെയ്യണ. അണ്ണൻ എന്നല്ലേ ഈ കാറ്? തന്നെ ഈ വണ്ടി ഓട്ടിക്കുന്ന ഞാൻ ഇപ്പൊ തരാമല്ലോ. ഓട്ടിക്കണൊക്കെ കൊള്ളാം. സൂക്ഷിച്ച് ഓട്ടിച്ചാൽ മതി. ഞാൻ സൂക്ഷിച്ചു തന്നെയാണല്ലോ. നിന്റെ ഓട്ടിപ്പ് ഞാൻ കണ്ടത് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ വണ്ടി വന്നാക്ക ഈ കടയിലോട്ട് നമ്മൾ വന്നത്. അതൊക്കെ വിടണ, നമുക്ക് അതൊന്നും ഓർമ്മിക്കണ്ട. അണ്ണ വഴി പറഞ്ഞു. നിനക്ക് വഴി അറിഞ്ഞൂടായിരുന്നു. എടാ, ലെഫ്റ്റിലോട്ട്. എന്തായാലും നമ്മൾ കുറെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് നല്ല കഴിച്ചിട്ട് പോവാം. കഴിക്കാൻ ഇവിടെ നല്ല ഹോട്ടലെല്ലാം ഉണ്ടായിരുന്നു.
എടാ കുറച്ച് മുമ്പ് ലെഫ്റ്റ് സൈഡിലൊരു ഹോട്ടലുണ്ട്, അത് എൻ്റെ ഹോട്ടലാണ്. പോയി നമുക്ക് അങ്ങോട്ട് അങ്ങ് പോവാം. ഇതാണോ അണ്ണ? ഇതൊക്കെ ഇപ്പൊ വാങ്ങിച്ചു എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തല്ലേ. ആ പിന്നല്ല, നമുക്ക് എൻ്റെ കടയാണ്ട് എത്ര വേണമെങ്കിൽ കഴിക്കാം ഫ്രീ ആയിട്ട്. എത്ര മണിക്ക് കഴിക്കാം? എന്നാ വാ, ഓടി വാ, നമുക്ക് പെട്ടെന്ന് കഴിക്കാം അണ്ണ. ഞാൻ ഒരാവശ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു ഗൈസ്, ഇനി നീ എന്തൊക്കെ വാങ്ങി കഴിക്കുമെന്ന് എനിക്കറിയാം. അണ്ണാ ഡോർ എവിടെ? പറഞ്ഞാ പെട്ടെന്ന്. എടാ ഇങ്ങോട്ട് പോയി നോക്കങ്ങോട്ട്. ആ പെട്ടെന്ന് വാ അണ്ണ, എന്തിരുന്നു പെട്ടെന്ന് വാ, എനിക്ക് പെട്ടെന്ന് വിശക്കുന്നു, തിന്നണം വിശക്കുന്നു, പെട്ടെന്ന് വാ. എടാ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇവിടുത്തെ ഫുഡൊന്നും ഓടി പോകത്തൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് വരണ ആവശ്യമൊന്നുമില്ല. ഇവിടെ എൻ്റെ ഹോട്ടൽ തന്നെയാണ്, എല്ലാം നമുക്ക് പതുക്കെ പതുക്കെ കഴിക്കാം. ആ ശരി ശരി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. എടാ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇനി ഞാൻ കാർ ഓടിക്കട്ടെ. അണ്ണൻ കാർ ഓടിച്ചോ, എനിക്കിനി സുഖമായിട്ട് കിടന്ന് എൻ്റെ അടുത്ത് ഉറങ്ങാല്ലേ. ഉറങ്ങാനോ? നീ അങ്ങനെ ഉറങ്ങാനും വേണ്ട, നിന്നെ അങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കാനും പോകണില്ലേ. പെട്ടെന്ന് കാറിൽ കയറി. ആ നില്ലമ്മ, ഞാൻ ഇപ്പൊ വരാം, വെയിറ്റ്. എങ്ങനെ പോയല്ലേ? ആ അണ്ണ നമുക്കും പോവാം, വാ പോവാം, പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോവാം അണ്ണ. അമ്പോ അണ്ണ പതുക്കെ. എടാ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനെയാണ്, ഭയങ്കര പിക്കപ്പാണ്. നിനക്ക് തോന്നിയേ? അപ്പം ഞാൻ എങ്ങനെ ഉണ്ട്, എൻ്റെ ഇലക്ട്രിക്കിന് ഒരു പോയിന്റ് കിട്ടിയില്ല. എൻ്റെ ഇലക്ട്രിക് കാറിൻ്റെ ഗുണം കണ്ട. ആ അതൊക്കെ ശരി, എന്നാലും ബാക്കിയുള്ള കാര്യത്തിന് എന്റെ പെട്രോൾ വണ്ടിയല്ലേ നല്ലത്. ആ അതും ശരിയാണ്. ഗായ്സ് അങ്ങനെ ഓട്ടിച്ച് ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. ഇങ്ങോട്ടാണ് നമ്മുടെ വീട്. ഗായ്സ് ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? ഇതെങ്ങോട്ടാ? അടുത്ത വഴി എങ്ങോട്ടാന്ന് തോന്നുന്നു, എനിക്ക് ചെറിയ സംശയമുണ്ട് ഗായ്സ്. എങ്ങോട്ടാണെന്ന് തോന്നുന്നു. ആ അതൊക്കെ അങ്ങനെ തന്നെ, കുറെ നേരം വണ്ടി ഓടിച്ചല്ലേ, മറന്നൊക്കെ പോവില്ല. ആ ഇത് നമ്മളെ വീടൊക്കെ എത്തിയല്ലേ. ആ ഇതാണ് വീട്. വീട് കൊള്ളാല്ലേ, ഇത്രയും വലിയ വീടായിരുന്നു. പിന്നെ നീ ചെറിയ വീടെന്നാ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു സിറ്റി വണ്ണിലൊക്കെ ഉള്ള ചെറിയ വീടൊക്കെ ആയിരിക്കും. വണ്ടി നമുക്ക് കാർ പോച്ചിലോട്ടൊന്നും കയറ്റിയിടാം. അവിടെയും കാർ കുറച്ചുണ്ട്. ഇവിടെ എത്ര കാർ പോച്ചെന്നാ? ആ അതൊക്കെ അങ്ങ് വെച്ച്, കുറെ കാറൊക്കെ ഉള്ളതല്ലേ, അവിടെ കിടക്കട്ടെന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാർ പോർച്ചിൽ വണ്ടി. ഗൈസ് ഞാനവന് വീട്ടിന്റെ ഫ്രണ്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തോടെ കാണുമായിരിക്കും. ബൈ. ബൈ ബൈ.